ഇപ്പോൾ നമ്മോടൊപ്പം കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഉള്ളത്. നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചാൽ ഇപ്പോൾ മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ച ഈ വലിയ വിജയത്തിന് ശേഷം ചൂടേറി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട പല പ്രതികരണങ്ങളും പലയിടങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. എം പിയോട് നമുക്ക് നേരിട്ട് ചോദിക്കാം. സാർ, ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ച തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ സമയത്ത് തന്നെ തുടങ്ങിയതാണ്. അത് പിന്നീട് അല്പസമയം ഒന്ന് ശമിച്ചു. ഇത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ, ചർച്ചകൾ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് മികച്ച വിജയം UDF-ന്, കോൺഗ്രസിന് കേരളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു. 102 സീറ്റ് നേടിയ ശേഷം ആ ചർച്ച വീണ്ടും അതുപോലെ ഉയർന്നു വന്നിരിക്കുകയാണ്. അല്ല, UDF-ന് 102 സീറ്റ് കിട്ടിയെങ്കിലും കോൺഗ്രസിന് 63 സീറ്റുകളാണുള്ളത്. 63 MLA-മാരാണുള്ളത്. ആ 63 MLA-മാരുടെ മനസ്സിലിപ്പോൾ എന്താണെന്ന് അറിയാൻ ഹൈക്കമാൻഡ് ഒരു നിരീക്ഷക സംഘത്തെ ഇങ്ങോട്ട് അയക്കുന്നുണ്ട്. ആ സംഘത്തിൽ ആരൊക്കെയാണുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് രാത്രിയോടുകൂടി തീരുമാനം അറിയാം. അപ്പോൾ ആ നിരീക്ഷക സംഘം ഇവിടെ വന്ന് MLA-മാരുമായിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആശയവിനിമയം നടത്തി അവരുടെ മനസ്സിലിരിപ്പ് അല്ലെങ്കിൽ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കിയതിന് ശേഷം മറ്റ് നേതാക്കളെയും അവർ കാണുന്നുണ്ട്. MLA-മാരിൽ മാത്രമേ ഈ പ്രോസസ്സ് ഒതുക്കാൻ പറ്റത്തില്ലല്ലോ. പാർട്ടി നേതൃത്വവുമായി അവർ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഇതുവരെ പ്രതിപക്ഷത്തുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടികളുമായി അവർ ചർച്ച ചെയ്യും. നമ്മുടെ മുന്നണി കോalition പാർട്ട്നേഴ്സുമായി ചർച്ച ചെയ്യും. ചർച്ച ചെയ്തിട്ട് അതിനുശേഷം നേതാക്കന്മാരെ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ട് രാഹുൽ ഗാന്ധി, മല്ലികാർജുന ഖാർഗെയൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് അന്തിമമായ ഒരു തീരുമാനം വരുന്നത് വരെ ഇതൊക്കെ അഭ്യൂഹങ്ങൾ മാത്രമാണ്. കാര്യം അനുയായികൾ സൃഷ്ടിക്കുന്ന കുറേ കാര്യങ്ങളായിട്ട് ഇതിനെ കാണാൻ പറ്റൂ. KC വേണുഗോപാൽ ഇന്ന് വരെ തനിക്ക് മുഖ്യമന്ത്രിയാകണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. VD സതീശനും ഒരിടത്തും പറഞ്ഞിട്ടില്ല. ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടില്ല. അവരൊക്കെ എനിക്ക് മുഖ്യമന്ത്രിയാകണം എന്ന് ഒരു മനുഷ്യരും പറഞ്ഞിട്ടില്ല. പക്ഷേ അനുയായികളാണ് അവരെ മുഖ്യമന്ത്രിയാക്കിയേ അടങ്ങൂ എന്ന് വാശി പിടിച്ച് നിൽക്കുന്നത്. പക്ഷേ അത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കുന്ന ഘട്ടത്തിലും ഉണ്ടായി. നിങ്ങൾക്കറിയാം, MP-മാർ മത്സരിക്കണമെന്ന് ഒരു തീരുമാനമായി 6 or 7 MP-മാർ രംഗത്ത് വന്നു. അന്ന് ഞാനൊരു നിലപാടെടുത്തു, MP-മാർക്ക് സീറ്റ് കൊടുക്കാൻ പറ്റില്ല. MP-മാർ അവരുടെ മണ്ഡലത്തിൽ പോയി ജോലി ചെയ്യട്ടെ. 7 അസംബ്ലി ഉണ്ട് ഓരോ മണ്ഡലത്തിലും. ആ 7 MLA-മാരെ ഉണ്ടാക്കാൻ ശ്രമിക്കട്ടെ. അല്ലാതെ MP-മാർക്ക് സീറ്റ് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങളടക്കം എല്ലാവരും പറഞ്ഞില്ലേ 1 or 2 MP-മാർക്ക് സീറ്റ് കൊടുക്കും. പക്ഷെ കൊടുക്കില്ല എന്ന് ഞാൻ തറപ്പിച്ച് പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞിടത്തെത്തി. കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ത് തീരുമാനിക്കുന്നോ അത് ശിരസ വഹിക്കും. അതാണ് എല്ലാ നേതാക്കന്മാരുടെയും മനസ്സിലിപ്പോൾ. അതാണ് തീരുമാനമെടുക്കുന്നവരെ ആർക്കും ആകാൻ വേണ്ടി ഏതറ്റം വരെയും പോകാം. പക്ഷേ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം എല്ലാവരും അനുസരിക്കും. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊരു തർക്കം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പലതരത്തിലുള്ള മറുപടി നേതാക്കളിൽ നിന്ന്, അതായത് KC, അതുപോലെ തന്നെ തുറന്നു പറച്ചിലില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മറുപടികൾ KC അല്ലെങ്കിൽ ചെന്നിത്തല, VD സതീശൻ ഭാഗത്തു നിന്ന് വന്നത്, മാധ്യമങ്ങളിൽ വന്ന പ്രതികരണം താങ്കൾ തന്നെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നു ഞാൻ സീനിയറാണ്. അപ്പോൾ VD ആണ് നയിച്ച് കരുത്തേകി ഈ നിലയിലേക്ക് എത്തിച്ചത് പ്രതിപക്ഷ നേതാവായിരുന്നു എന്നൊരു വാദം മറ്റൊരു ഭാഗത്തുനിന്ന് വരുന്നു. അതുപോലെ തന്നെ KC വേണുഗോപാൽ നയിക്കട്ടെ പറയുന്നു, രമേശ് ചെന്നിത്തല സീനിയറാണെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവരാരും പറയേണ്ട കാര്യമല്ല. ഞാൻ 1968 തൊട്ട് കോൺഗ്രസ്സിലുള്ള ആളാണ്. ആരൊക്കെ എന്തൊക്കെ സേവനങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി ചെയ്തു എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇത്തരം പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് എന്തുമാകാം, ഡയറക്റ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വയം ചെറുതാകുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവരെ തന്നെ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും ജനങ്ങളും പരിചയപ്പെടുത്തുമ്പോൾ ജനങ്ങൾക്കും പ്രവർത്തകർക്കും അറിയാത്ത ഒരാളാണ് വരുന്നു. അപ്പോൾ ജനങ്ങളിൽ നിന്ന് അന്യരാണെന്നൊരു ഫീലിംഗ് വരികയാണ്. ആ ഫീലിംഗ് അവരുണ്ടാക്കാൻ പാടില്ല. കാരണം ജനങ്ങൾക്ക് എല്ലാത്തിനെയും കുറിച്ചും നല്ല ബോധമുണ്ട്. ബോധം ഇല്ലെങ്കിൽ പയ്യന്നൂർ UDF ജയിക്കുമോ? കല്യാശ്ശേരി പിന്നെ തളിപ്പറമ്പ് ജയിക്കുമോ? ഉദുമ ജയിക്കുമോ? തൃക്കരിപ്പൂർ ജയിക്കുമോ? അമ്പലപ്പുഴ ജയിക്കുമോ? അപ്പം ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചെല്ലാം ശരിയായ ധാരണയും കാഴ്ചപ്പാടും നിലപാടുകളും ഉണ്ട്.
ആ മറ്റൊരു ചോദ്യം, ഇപ്പോൾ എം പിമാരുടെ അഭിപ്രായം തേടുന്നുള്ളൊരു വിവരം പുറത്തു വരുന്നുണ്ട്. എം പിമാരുടെ അഭിപ്രായം നിരീക്ഷകർ തേടും, അത് ഹൈക്കമാൻഡിൻ്റെ മുമ്പിലേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ഒരു നിലപാട് എന്തായിരിക്കും? അല്ല, ആ നിലപാട് എന്നടുത്ത് ഹൈക്കമാൻഡ് ആരാണോ വിളിക്കുന്നത്, ഇത് മല്ലികാർജുന ഖാർഗെയാണ് എന്നോട് ചോദിക്കുന്നതെങ്കിൽ, അതല്ല ശ്രീ രാഹുൽ ഗാന്ധിയാണ് ചോദിക്കുന്നതെങ്കിൽ, ആരെന്നോട് ചോദിച്ചാലും ഞാൻ പറയുന്ന മറുപടി ഈ കേൾക്കുന്നവരും പറയുന്നവരും അല്ലാതെ വേറെ ആരും അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കും. ഇല്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കില്ല. കാരണം നമുക്കിത് കഴിഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമല്ലോ. എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, നിലപാടുണ്ട്. ആ നിലപാട് ആരുടെ മുമ്പിലും പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. പക്ഷേ ഈ UDF വോട്ട് ചെയ്ത ഒരു പൊതുജന സമൂഹം ഉണ്ടല്ലോ, അവരുടെ മുമ്പിൽ ഒരു അപഹാസ്യ കഥാപാത്രമാകാൻ ഞാനില്ല. ഒരു കാര്യം വലിയൊരു ചർച്ചയാകുന്ന ധർമ്മടത്ത് 6 റൗണ്ട് UDF സ്ഥാനാർത്ഥി മുന്നേറി, അതിനുശേഷമാണ് അദ്ദേഹം പരാജയത്തിലേക്ക് പോയത്. അതും വലിയ വോട്ടുകൾക്കൊന്നല്ല അവിടെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ വിജയിച്ചത്. അവിടെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ UDF സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ശ്രദ്ധ കുറവുണ്ടായത്? അല്ല, അത് റഷീദ് മാധ്യമങ്ങളെ കണ്ട വാർത്ത എൻ്റെ ഹൃദയത്തിൽ വലിയ വേദന ഉണ്ടാക്കിയൊരു സംഭവമാണ്. ഈ ധർമ്മടം ഞാൻ തലശ്ശേരി മത്സരിക്കുമ്പോൾ, കോടിയേരിക്കെതിരെ മത്സരിക്കുമ്പോൾ തലശ്ശേരിയുടെ ഒരു ഭാഗമായിരുന്ന പഞ്ചായത്താണ് ധർമ്മടം. ആ ധർമ്മടം എന്നുള്ള പേര് നിലനിർത്തിക്കൊണ്ട് ഒരു കാലത്തും എതിരാളികൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത രീതിയിൽ ഒരു മണ്ഡലം ആക്കി ഡീലിമിഷനിൽ മാറ്റിയെടുത്ത മണ്ഡലമാണ് ഇപ്പോഴത്തെ ധർമ്മടം. അവിടെ പിണറായി വിജയൻ താമസിക്കുന്ന ബൂത്തിൽ, അദ്ദേഹം വോട്ട് ചെയ്ത ബൂത്തിൽ റഷീദാണ് ലീഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ, 6 റൗണ്ട് വരെ റഷീദ് ലീഡ് ചെയ്തെന്ന് പറഞ്ഞാൽ, സ്ഥാനാർത്ഥിയായ റഷീദിനെ കാലുകുത്താൻ അനുവദിക്കാത്ത ഒരുപാട് ബൂത്തുകളുണ്ട്. ബൂത്തിൽ ആളിരിക്കാൻ സമ്മതിക്കാത്ത സ്ഥലങ്ങളുണ്ട്, അടിച്ചോടിച്ച സ്ഥലമുണ്ട്, നായും കൊണ്ടും പൊടി എറിഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്ഥാനാർത്ഥിയായ റഷീദ് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് പിന്നെ പ്രചരണത്തിന് ആരും പോയില്ലെന്ന് പറഞ്ഞാൽ വലിയ ദുഃഖമാണ്. തലശ്ശേരി ഞാൻ മത്സരിക്കുമ്പോൾ ഈ അവസ്ഥയുണ്ട്. 2019 കാസർഗോട്ടും ഒരു ദേശീയ നേതാവും വന്നില്ല. ആ വേദന, റഷീദിൻ്റെ വേദന എനിക്ക് മനസ്സിലാവും. ഏതോ ഒരു നേതാവ് പ്രോഗ്രാം കൊടുത്തിട്ട്, പബ്ലിസിറ്റി കൊടുത്തിട്ട് അതേ അവസാന നിമിഷം പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു. അപ്പോൾ ചില ആളുകൾ ആൾ കൂടുന്നിടത്ത് പോയി ആളായി കാണിക്കുന്ന ഒരു പ്രകൃതമുണ്ട്. അല്ലാതെ സ്വയം ആളെ കൂട്ടാൻ അവർക്ക് കഴിയില്ല. ആൾ കൂടുന്നിടത്ത് നിന്ന് ആളായി കാണിക്കാൻ ആർക്കും കഴിയും. പക്ഷേ ഈ റഷീദ് പറഞ്ഞ സംഭവങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ആരെങ്കിലും പോയിട്ടില്ലെങ്കിൽ, പ്രോഗ്രാം കൊടുത്തിട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമുള്ള സംഭവമാണ്. അതിനെക്കുറിച്ചൊക്കെ പാർട്ടി വളരെ ഗൗരവമായിട്ട് അന്വേഷിക്കണം. അന്വേഷിച്ച് അത്തരം ആളുകളെ വിലക്കണം. മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് അവർക്ക് താക്കീത് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇനി അത് ആവർത്തിക്കപ്പെടും. അങ്ങനെ റഷീദിൻ്റെ ദുഃഖം എൻ്റെയും കൂടെ ദുഃഖമായതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത്. ഞാൻ തലശ്ശേരി മത്സരിച്ച ആളാണ്. അന്ന് 3 തരം കാറ്റഗറികളാണ്: A ജയിക്കുന്നത്, B സാധ്യതയുള്ളത്, C ജയിക്കാത്തത്. ജയിക്കാൻ നേരത്ത് ആരും തിരിഞ്ഞു നോക്കത്തില്ല. അതല്ലല്ലോ, ജയിക്കുന്നിടത്തും തോക്കുന്നിടത്തും എല്ലാം ഒരേ പ്രവർത്തനമാണ് വർക്കേഴ്സ് കാഴ്ചവെക്കുന്നത്. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിൻ്റെ പേരിലാണ് ഓരോരുത്തർ ജയിക്കുന്നത്. പക്ഷേ വർക്ക് ഒരേ തലത്തിലല്ലേ, ഒരേ രീതിയിലല്ലേ നടക്കുന്നത്. അപ്പോൾ അവരെ പ്രൊമോട്ട് ചെയ്യേണ്ടെന്ന്, പ്രോത്സാഹിപ്പിക്കേണ്ട ബാധ്യത പാർട്ടിക്കുണ്ട്. ആ പാർട്ടി അങ്ങനെ, നമ്മുടെ പാർട്ടി അത് ചെയ്യുന്നില്ലെങ്കിൽ അക്ഷന്തവ്യമായ അപരാധമായി കാണണം. തീർച്ചയായിട്ടും ഈ വലിയ വിജയത്തിന് ശേഷം മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ചകൾ മുറുകി വരികെ അതിൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് ബഹുമാനപ്പെട്ട MP രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം, ഇവിടെ 2 കോൺഗ്രസ് MLA മാർ ഉണ്ടായ ഈ സാഹചര്യത്തിൽ ഈ ജില്ലയുടെ പിന്നോക്കാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് കടക്കുമ്പോൾ കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി ഒരു മന്ത്രി എന്ന ആവശ്യം താൻ മുന്നോട്ട് വെക്കും, ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. കാസർഗോഡ് നിന്നും ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്.